ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് പയർ ദോശയാട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ ചെറുപയറും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ പച്ചരി, നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ അരക്കാൻ എടുക്കില്ലേ, ആ പച്ചരിയാണ് ഇത് എടുത്തേക്കുന്നത്. രണ്ടും ഞാൻ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ നമ്മൾക്കിത് അരച്ച ഉടനെ തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് നേരമൊന്നും വെച്ചേക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് ഇവിടെ 2 പാർട്ടായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ ചേർക്കണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം, അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പം ഞാനിതുപോലെ ഈ ഒരു സ്ട്രക്ചറിൽ എടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പാർട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോൾ കൂടെ ഒരു 3 ഉള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും, പിന്നെ ചെറിയൊരു ആ ഒരു ഇതിൻ്റെയൊക്കെ ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ ഇത്രയും നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ബാറ്റർ, ദോശമാവിനേക്കാളും ഒരല്പം ലൂസ് ബാറ്റർ അത്രയും മതി കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് അരച്ചപ്പോൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദോശത്തവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ദോശത്തവയിൽ നമുക്ക് താഴെ ഒന്ന് കുറച്ച് നെയ്യാണ് കേട്ടോ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു തവി വെച്ചിട്ട് ഞാനൊരു തവി ഫുള്ളായിട്ട് ഒഴിച്ച് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോ ആയിട്ടുള്ള ചെറുപയറൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് നെയ്യ് എന്തെങ്കിലും തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്ത് നല്ല മുരിഞ്ഞ ദോശയാക്കി എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെറുപയറിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നെയ്യ് എന്താണെങ്കിലും മസ്റ്റായിട്ട് ചേർക്കണം, എന്നാലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ചമ്മന്തി കൂടെ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കൂടെ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പുളിപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര. അതാ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ താളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്കിനി. അപ്പോൾ ഈ ഒരു ദോശ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചട്നിയും കൂടെ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.